ഹലോ മൈ ഡിയർ, ശ്രീഭാമ മിസ് ആണ്. സോ ഇന്ന് മിസ് വന്നത് എന്റെ മക്കൾക്ക് വളരെ യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. എല്ലാ സമയത്തും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ സോളിഡ്, ലിക്വിഡ്, ഗ്യാസിനെ പറ്റിയൊക്കെ പഠിക്കാനുള്ള ചാപ്റ്റർ ആണ് നമ്മുടെ പെർട്ടിക്കുലേറ്റ് നേച്ചർ ഓഫ് മാറ്റർ എന്ന് പറയുന്നത് അല്ലെ. അതിൽ മെയിൻ സാധനങ്ങളാണ് സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ്, ഗ്യാസ് സ്റ്റേറ്റ്. ഇത് പഠിച്ച് സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ എവിടെ നിന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് സിമ്പിൾ ഹമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അതില് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നത് എന്താ? അയ്യോ, ഇത് ഏത് സ്റ്റേറ്റാ, ഇത് ഏത് സ്റ്റേറ്റാ, ഇത് ഏതിന്റെയാ എന്നുള്ള ഒരു പ്രശ്നം വരും അല്ലെ. അപ്പൊ ഇന്ന് നമ്മൾ ആ പ്രശ്നം പരിഹരിക്കാൻ പോവാണ്. നമ്മുടെ ലിക്വിഡ് സ്റ്റേറ്റിനെ പറ്റി കംപ്ലീറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണോ നിങ്ങൾക്ക് പഠിക്കണത് കംപ്ലീറ്റ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പൊ എന്താണ് ലിക്വിഡ് സ്റ്റേറ്റ്? ഏതൊക്കെയാണ് എക്സാമ്പിൾ? നമ്മൾ കുടിക്കുന്ന വാട്ടർ ഏതാ മക്കളെ? ഇതാ എന്റെ വാട്ടർ ബോട്ടിലുള്ള ഈ വാട്ടർ എന്താണ്? ഈ കാണുന്ന വാട്ടർ ബോട്ടിലല്ല, വാട്ടർ എന്ന് പറഞ്ഞ ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. അതുപോലെ ഹണി, കോഫി, ടീ, ജ്യൂസ് ഐറ്റംസ് ഒക്കെ എന്താണ്? ലിക്വിഡ് സ്റ്റേറ്റിൽ വരുന്ന സാധനങ്ങളാണ്. എന്തൊക്കെയാ ലിക്വിഡ് സ്റ്റേറ്റിന്റെ സ്പെഷ്യാലിറ്റി പറയുന്നത്? ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ. ഫ്ലോ ചെയ്യാനൊക്കെ പറ്റുന്ന അല്ലെ, ഒരു ഭാഗത്ത് മാത്രം നിൽക്കാണ്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലോ ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ഇവരൊക്കെ എന്തിലാണോ എടുത്ത് അതിന്റെ ഒരു ഷേപ്പിലോട്ട് നിൽക്കുന്ന സാധനമാണ്. ഇപ്പൊ ഇതാ ഇത് ഗ്ലാസ്സിൽ എടുത്തോണ്ട് ഗ്ലാസിന്റെ ഷേപ്പിൽ നിൽക്കുന്നു. ഇനിയിപ്പോ നാളെ ബോട്ടിലാണ് ഈ ജ്യൂസ് കൊണ്ടുവന്നെങ്കിൽ ബോട്ടിലിന്റെ ഷേപ്പിൽ നിൽക്കുന്നു. പ്രത്യേകിച്ച് ഷേപ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരാളുമാണ് നമ്മുടെ ലിക്വിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓരോരോ എക്സ്പെരിമെന്റിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫസ്റ്റ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ മെയിൻ എക്സ്പെരിമെന്റ് ആണ് 3 ക്ലീൻ ഡ്രൈ കണ്ടെയ്നർ നമ്മൾ എടുത്ത് അതിൽ ABC നമ്മൾ ലേബൽ ചെയ്തിട്ടുണ്ട്. ABC ലേബൽ ചെയ്തിട്ടുണ്ട്. അതിൽ 200 ml ഓഫ് ലെവൽ ഇൻ ഈച്ച് കണ്ടെയ്നർ യൂസിങ് മാർക്കർ ബൈ പേസ്റ്റിംഗ് എ തിൻ സ്ട്രിപ്പ് ഓൺ പേപ്പർ. ഒന്നുമില്ല, 200 ml എന്നുള്ള നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. മൂന്നിലും മാർക്ക് ചെയ്യുക. ഈ പറഞ്ഞ ഫസ്റ്റ് വണ്ണിലും സെക്കൻഡ് വണ്ണിലും തേർഡ് വണ്ണിലും നമ്മൾ 200 ml എഴുതി മാർക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് ഒഫിലെ കണ്ടെയ്നർ A വിത്ത് വാട്ടർ അപ് ടു ദ മാർക്ക് ലെവലിലോട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നു. കെയർഫുള്ളി ട്രാൻസ്ഫർ ദ വാട്ടർ ഫ്രം A ടു B. എയിൽ നിന്ന് ബിയിലേക്ക് ഞാൻ പതുക്കെ കെയർഫുള്ളി എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിനുശേഷം ബിയിൽ നിന്ന് സിയിലോട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, പതുക്കെ കെയർഫുള്ളി ട്രാൻസ്ഫർ ചെയ്യാണ്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കെയർഫുള്ളി ആൻഡ് ഒബ്സർവ് ദ ഷേപ്പ് ഓഫ് ഇറ്റ്സ് ലെവൽ. അതിന്റെ ലെവലും ഷേപ്പിലും വേരിയേഷൻസ് വരുന്നുണ്ടോ എന്നാണ് ആക്ച്വലി ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. എടാ മക്കളെ, ഒന്നിന്ന് മറ്റൊന്നിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പൊ നമ്മൾ അപ്പുറത്തേക്ക് പോർ ചെയ്യുന്നത് ഒഴിവാക്കാം. എങ്കിൽ പോലും ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് സ്പിൽ ഔട്ട് ആവുന്നത് ഒഴിവാക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടാണ് നമ്മൾ ആ വാട്ടർ ഒന്നിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ലെവലിൽ എന്തെങ്കിലും ചേഞ്ച് വരുമോ നോക്കാം. യു വിൽ നോട്ടീസ് ദാറ്റ് ദ വാട്ടർ ടേക്ക് ദ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ ഇൻ ടു വിച്ച് ഈസ് പോർ അല്ലെ. ഓരോന്നിലും പോർ ചെയ്യുന്ന സമയത്ത് അതിന്റെ എന്താ കാണിക്കുന്നത്, ഷേപ്പാണ് കാണിക്കുന്നത്. സോ വി ക്യാൻ സീ ദാറ്റ് ലിക്വിഡ് ഡു നോട്ട് ഹാവ് ഫിക്സഡ് ഷേപ്പ് ആൻഡ് ടേക്ക് ഓഫ് ദ കണ്ടെയ്നർ ദേ ആർ കെപ്റ്റൻ അല്ലെ. എന്തിലാണോ നമ്മൾ കെപ്റ്റൻ ചെയ്യുന്നത് അതിന്റെ ഷേപ്പ് ആയിരിക്കും ആക്ച്വലി എന്ത് കാണിക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ വാട്ടറോ അങ്ങനെ ഏത് ലിക്വിഡ് സ്റ്റേറ്റ് എടുത്താലും കണ്ടെയ്നറിന്റെ ഷേപ്പ് ആയിരിക്കും. ഡെഫിനറ്റ് ആയിട്ട് ഒരു ഷേപ്പ് നമ്മുടെ ആർക്കില്ല, ലിക്വിഡ് സ്റ്റേറ്റിനില്ല. ആൻഡ് ദിസ് ഹാപ്പൻസ് ബിക്കോസ് ദ പാർട്ടിക്കിൾ ഓഫ് ലിക്വിഡ് ആർ ഫ്രീ ടു മൂവ്. കാരണം അവർക്ക് മൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഫ്ലോ ചെയ്യാനുള്ള ഓപ്ഷൻ ആർക്കുണ്ട്, ലിക്വിഡ് സ്റ്റേറ്റിന് ഉണ്ട് എന്ന് പറയാൻ പറ്റുന്നു. ഇൻ ഓൾ 3 കണ്ടെയ്നർ ദ വാട്ടർ ലെവൽ റിമെയിൻ 200 ml ആൻഡ് നോ ചേഞ്ച് ഇൻ വോളിയം. കണ്ടോ, അവിടെ നമ്മൾ 200 ml ട്രാൻസ്ഫർ ചെയ്ത് പോയാലും സംഭവം 200 ml തന്നെ കറക്റ്റ് ആയി നിൽക്കും. അതിന്റെ വോളിയം എന്ന് പറയുന്നത് എന്താണ്, ഫിക്സഡ് ആയിട്ടുള്ള വോളിയം ആർക്കുണ്ട്, നമ്മുടെ ലിക്വിഡ് സ്റ്റേറ്റില് ഫിക്സഡ് വോളിയം ഉണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. ഹെൻസ് വി ക്യാൻ സീ ദാറ്റ് നോ ചേഞ്ച് ഇൻ വോളിയം ഈസ് ഒബ്സർവ്. ഹെൻസ് വി ക്യാൻ സീ ദാറ്റ് ലിക്വിഡ് ഹാവ് ഡെഫിനിറ്റ് വോളിയം. ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു വോളിയം ആർക്കുണ്ട്, നമ്മുടെ ലിക്വിഡ് സ്റ്റേറ്റിനുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നു. However, if we container not clean, some water may be sticking to the wall and causing water level in next container slightly less than 200 ml. അതെ, നമ്മൾ ചെറിയതായിട്ടുള്ള അങ്ങോട്ടും കൂടെ ഒക്കെ സ്പിൽ ഔട്ട് ആയി പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി. അങ്ങോട്ട് ഫോളോ ചെയ്ത് പോകുന്നതോ അല്ലെങ്കിൽ ചെറിയ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നതോ ഒഴിവാക്കി കഴിഞ്ഞാൽ കറക്റ്റ് ട്രാൻസ്ഫർ ചെയ്താൽ അത് 200 ml തന്നെ ആയിരിക്കും. ദാറ്റ് മീൻസ് ഫിക്സഡ് വോളിയം ഉണ്ട്, ഫിക്സഡ് ഷേപ്പ് ഉണ്ട്, ഫിക്സഡ് വോളിയം ഉണ്ട്, അതേപോലെ കറക്റ്റ് ആയിട്ടുള്ള ഡെഫിനറ്റ് ആയിട്ടുള്ള മാസ് ഉണ്ട്. ആകില്ലാത്തത് ഷേപ്പ് മാത്രമാണെന്ന് പറയാൻ പറ്റും അല്ലെ. സോ ദ പാർട്ടിക്കിൾ ഓഫ് ലിക്വിഡ് ക്യാൻ മൂവ് ഫ്രീലി ബട്ട് ഓൺലി വിത്തിൻ ദ ലിമിറ്റഡ് സ്പേസ്. Therefore we can infer that liquid have no fixed shape but have fixed volume. അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ എക്സ്പെരിമെന്റ് ചെയ്തത്. അപ്പൊ ലിക്വിഡ് സ്റ്റേറ്റിൽ നിങ്ങൾ പഠിക്കേണ്ട 3 പോയിന്റ്. ഫസ്റ്റ് പോയിന്റ് എന്താ, മാസ് ഉണ്ടോ, ഡെഫിനറ്റ് മാസ് ഉണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനൊരു വാട്ടർ ബോട്ടിൽ വാങ്ങിക്കാൻ വേണ്ടി ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഷോപ്പിൽ പോയി ചോദിക്കുക, ഒരു 1 ലിറ്ററിന്റെ ബോട്ടിൽ തരുമോ ചേട്ടാ, അല്ലെങ്കിൽ 2 ലിറ്ററിന്റെ ബോട്ടിൽ വലിയ ബോട്ടിൽ തരുമോ എന്നൊക്കെ ചോദിക്കില്ലേ. കാരണം അതെന്താ, ആ പറയുന്നതിന്റെ മാസമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്. ഷേപ്പ് ഉണ്ടോടാ, ഷേപ്പ് ഇല്ല.
അത് മാത്രം മൂപ്പർക്ക് കൊടുത്തിട്ടില്ല. അറ്റൈൻ ദ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ. ഏത് കണ്ടെയ്നറിൽ എടുക്കുന്നു അതിന്റെ ഷേപ്പ് ആയിരിക്കും അല്ലെ. വോളിയം എന്ന് പറയുന്നത് എന്താണ്? ഡെഫിനറ്റ് ആയിട്ടുള്ള വോളിയം ഉണ്ട്. വോളിയത്തിൽ ചേഞ്ച് വരില്ല. കാരണം എന്താ? ഡെഫിനറ്റ് ആണ്. കാരണം ആ ഒരു കറക്റ്റ് ഷേപ്പിലെ കറക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളല്ലേ, അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ് ആയിട്ടുള്ള വോളിയം ഉണ്ട്. ഇനി നോക്ക, ഇതേപോലെ മറ്റൊരു എക്സ്പെരിമെന്റ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ഒരു ജസ്റ്റ് എന്ത് ചെയ്യാം, ഒരു പ്ലേറ്റ് എടുക്കാം, വാട്ടർ ആഡ് ചെയ്തിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുക, ചെറുതായിട്ട് ഫിംഗർ ഇങ്ങനെ റൗണ്ട് ചെയ്ത് നോക്കുക. റൗണ്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ആ വാട്ടറിലൂടെ ഈസി ആയിട്ട് റൗണ്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ലടാ. അപ്പൊ ഇത് എന്റെ ഫോൺ എടുത്തിട്ട് ഞാൻ ഇത് കൂടെ അങ്ങനെ റൗണ്ട് ചെയ്യാൻ വേണ്ടി നോക്കിയതിന്റെ ഉള്ളിലേക്ക് എനിക്ക് കൈ പോലും എത്തുന്നില്ല, കൈ ഉള്ളിലോട്ട് പോകുന്നില്ല അല്ലെ. അപ്പൊ സോളിഡ് സ്റ്റേറ്റിന്റെ കേസ് നടക്കില്ലെങ്കിൽ ലിക്വിഡ് സ്റ്റേറ്റിന്റെ കേസ് പറയുകയാണെങ്കിൽ പാർട്ടിക്കിൾസിന്റെ ഇടയിൽ സ്പേസ് അത്യാവശ്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഫിംഗർ മൂവ് ചെയ്യാനുള്ളത് ഈസി ആയിട്ട് പറ്റും അല്ലെ. അപ്പൊ നൗ കമ്പയർ ദി ഇന്റർ പാർട്ടിക്കൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇൻ ലിക്വിഡ് സ്റ്റേറ്റ് ആൻഡ് സോളിഡ് സ്റ്റേറ്റ് നോക്കുന്ന സമയത്ത് ടേക്ക് സം വാട്ടർ ഇൻ ഷാലോ വെസൽ ആൻഡ് ട്രൈ ടു മൂവ് യുവർ ഫിംഗർ ത്രൂ ഇറ്റ്. അപ്പൊ നമ്മൾ അതിൽ കൂടെ ഫിംഗർ പതുക്കെ മൂവ് ചെയ്യുകയാണെങ്കിൽ ആർ യു ഏബിൾ ടു മൂവ് യുവർ ഫിംഗർ ത്രൂ ദ വാട്ടർ? യെസ്, നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ എല്ലാവരും ചെയ്യുന്ന, നമ്മളിപ്പോ പോണ്ടിലോ റിവറിലോ ഒക്കെ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ ബോർ അടിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യില്ലേ, ഇല്ലേ, ചെറിയ ചെറിയ ആക്ടിവിറ്റി നമ്മൾ ചെയ്യാറില്ലേ അല്ലേ. സോ യു ക്യാൻ മൂവ് യുവർ ഫിംഗർ ത്രൂ ദ വാട്ടർ വിതൗട്ട് ബ്രേക്കിംഗ് ഓർ കട്ടിംഗ് permanently, which cannot be done in the case of solid. പക്ഷെ സോളിഡിന്റെ കേസ് പറ്റില്ല. അപ്പൊ ഇതിനെ ഞാൻ ഇങ്ങനെ ഉള്ളിലോട്ട് കുത്തി എന്റെ ഫിംഗർ വെച്ചാലും ഫിംഗർ അതിനുള്ളിലോട്ട് പോവില്ല. റീസൺ എന്താ? ദിസ് ഇസ് സോളിഡ് സ്റ്റേറ്റ്. പക്ഷെ മറ്റേത് എന്താ? ലിക്വിഡ് സ്റ്റേറ്റുകളാണ്. സോ വി ക്യാൻ ട്രൈ ആൻഡ് നമുക്ക് എന്ത് ചെയ്യും, അത് കറക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും അല്ലെ. സോ when you try, you are temporarily displacing water. As soon as remove finger, the position of water is restored. അപ്പൊ നമ്മൾ ഇങ്ങനെ വെച്ച് ഇങ്ങനെ പോവല്ലടാ. അപ്പൊ ഇവിടെ നിന്ന് പോകുമ്പോ വാട്ടർ ഡിസ്പ്ലേസ് ആവും, ഇങ്ങോട്ട് പോകുമ്പോൾ വാട്ടർ ഡിസ്പ്ലേസ് ആവും. അങ്ങനെ പോയി തിരിച്ച് വീണ്ടും അത് പഴയ സ്റ്റോർ പോലെ തിരിച്ചാവുകയും ചെയ്യും. സോ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും, വാട്ടറിന് എന്താണ് ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും അല്ലെ. സോ വി ക്യാൻ സീ ദാറ്റ് ലിക്വിഡ് ദ ഇന്റർ പാർട്ടിക്കൽ അട്രാക്ഷൻ ആസ് സ്ലൈറ്റ്ലി വീക്കർ ദാൻ ഓഫ് സോളിഡ്. സോളിഡിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവരുടെ എന്താണ് ഇന്റർ പാർട്ടിക്കൽ അട്രാക്ഷൻ എന്ന് പറയുന്നത് വീക്കർ ആണ്, കുറച്ചും കൂടെ ഗ്യാപ്പ് ഉണ്ട്. ഇപ്പൊ ലിക്വിഡ് വരയ്ക്കുമ്പോൾ നമുക്ക് ഇച്ചിരി ഒരു ഗ്യാപ്പ് നമുക്ക് വരച്ചു കൊടുക്കാൻ പറ്റും. അതേസമയം സോളിഡ് സ്റ്റേറ്റ് ആണെങ്കിലോ ഒരൊറ്റ ഗ്യാപ്പ് പോലും ഞാൻ അവന്മാരുടെ ഇടയിൽ കൊടുക്കാറില്ല. അത്രയും കട്ടക്ക് ഇങ്ങനെ നിൽക്കുന്ന ആളുകളാണ് സോളിഡ് സ്റ്റേറ്റ് പറയുന്നത് അല്ലേ. സോ ബട്ട് സ്റ്റിൽ സ്ട്രോങ് ഇനഫ് ടു കീപ് ദ പാർട്ടിക്കിൾ ക്ലോസ് ടുഗെദർ. എന്നാലും അവരെന്താണ്? സ്ട്രോങ് ആണ്. അപ്പൊ ലിക്വിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന സമയത്ത് എന്റെ മക്കൾ ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. നമ്മൾ ഏകദേശം എല്ലാ കാര്യത്തിലോട് കവർ ചെയ്ത് പോയിട്ടുണ്ട്. സോ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമിലാണ് മിസ് ഇത് പറഞ്ഞു തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതൊക്കെ പഠിക്കണോ, അടിപൊളിയായിട്ട് പഠിക്കണോ, അതിന് നല്ലൊരു ബാച്ച് ഉണ്ട്. അതാണ് നമ്മുടെ യോധ ബാച്ച്. യോധ ബാച്ച് ആണെങ്കിൽ ഇപ്പോൾ ഓഫറും ഉണ്ട്. മൺസൂൺ പ്രമാണിച്ച് 10% ഓഫിൽ എന്റെ മക്കൾക്ക് ജോയിൻ ചെയ്യാൻ ഓപ്ഷനും അവൈലബിൾ ആണ്. ലൈവ് ക്ലാസ്, റെക്കോർഡ് ക്ലാസ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അടക്കം എന്തൊക്കെ വേണോ, 8th CBSE എന്തൊക്കെ ആവശ്യമുണ്ടോ അത് കംപ്ലീറ്റ്ലി സെറ്റ് ആണ് യോധ ബാച്ചിൽ. ജസ്റ്റ് നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. അപ്പൊ ഓഫർ ഇതാ കഴിയാനായി കുറച്ച് ഡേറ്റ് മാത്രമേ ഉള്ളൂ. വേഗം തന്നെ ജോയിൻ ചെയ്യുന്ന നമ്പർ ഇതാ അവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ അടിപൊളിയായിട്ട് ബാച്ചിൽ ഉണ്ടാവണം. അവിടെ കാണാം. ഗുഡ് ബൈ.